മൂവി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടായിരുന്നു? എങ്ങനെ ഫൈറ്റും കാര്യമൊക്കെ എങ്ങനെ? പൃഥ്വിരാജ് എങ്ങനെ ഉണ്ടായിരുന്നു? പൃഥ്വിരാജ് പ്രഭാസമായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുണ്ട്. നല്ല പടമായിരുന്നു, നല്ല സൂപ്പറായിരുന്നു. പൃഥ്വിരാജൊക്കെ നല്ല സ്കോറിംഗ് ഉണ്ടായിരുന്നു. പ്രഭാസ് നല്ല ലുക്കൊക്കെ തിരിച്ചു തന്നിട്ടുണ്ട്. ഇവരുടെ ഒരു കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? പ്രഭാസും പൃഥ്വിരാജും അടിപൊളി കോംബോ ആയിരുന്നു. ലാസ്റ്റൊക്കെ നല്ല ഇതായിരുന്നു, സൂപ്പർ പടമായിരുന്നു. പ്രഭാസിന്റെ KGF-ന്റെ പക്ഷെ കഥ നല്ല സ്ട്രോങ് ആയതുകൊണ്ട് നല്ല കഥയാണ്, നല്ല കുറെ ക്യാരക്ടേഴ്സ് ഒക്കെയാണ്. ഫസ്റ്റ് ഡയലോഗ്സ് ഒക്കെ തീരെ ഷോക്കാണ്. KGF-ന്റെ അത്ര ഡയലോഗ്സ് ഒന്നും ഇല്ല. അത്ര ഒന്നുമില്ല. KGF വേറെ ലെവലാണ്. KGF-ന്റെ അത്ര ഒന്നുമില്ല. അങ്ങനെ ഡയലോഗ്സ് ഒക്കെ ഷോക്കാണ്, കോമഡി പോലെ തോന്നുന്നു നമുക്ക്. മലയാളത്തിലായതുകൊണ്ട് മ്യൂസിക്കൊക്കെ അടിപൊളി. പ്രഭാസിന്റെ ഒരു കംബാക്ക് എങ്ങനെ നോക്കി കാണുന്നു? അങ്ങനെ കംബാക്ക് എന്ന് പറഞ്ഞാൽ നല്ല മുന്നത്തെ പടത്തേക്കാളും കമ്പാരിറ്റീവ് നല്ല ബെറ്റർ പടമാണ് ഈ സിനിമ. പൊട്ടൻഷ്യൽ ഉണ്ട്. സെക്കൻഡ് പാർട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഉറപ്പായിട്ടും. എങ്ങനെയുണ്ടായിരുന്നു? പൃഥ്വിരാജും കൂടെ ഈ ഒരു ഇതിലോട്ട് വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, നല്ല പടം. പ്രഭാസിന്റെ എങ്ങനെയാണ് ഒരു കംബാക്ക് ആണോ? കഴിഞ്ഞ ചിത്രങ്ങളൊക്കെ ക്ലാസ് ഫിലിംസ് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു പെർഫോമൻസ് ആണ്. മേക്കിംഗ് വൈസ് എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. പലരും പറഞ്ഞു KGF തന്നെ വീണ്ടും കാണുന്ന പോലെ ആ ഒരു ഫ്രെയിമും ഷെയ്ഡും ഒക്കെ അതുപോലെ. എന്നാലും ആ കഥ കുറച്ചുകൂടെ എനിക്ക് KGF-നേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. ഓവറോൾ എന്താണ് ഒരു കണ്ടിറങ്ങിയപ്പോൾ ഒരു ഫീല്? നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. താങ്ക് യു. ബ്രോ എങ്ങനെയാണ്? വൃത്തികെട്ട പടം. എങ്ങനെയുണ്ട് മൂവി? എങ്ങനെയുണ്ട് പടം? നൈസായിരുന്നു. എന്താ പറയാനുള്ളത്? ഒരു കണ്ടിട്ടൊരു പൃഥ്വിരാജ് ആണ് ഇത് കളിച്ചത്. ഇവരുടെ ഒരു കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? പ്രഭാസും പൃഥ്വിരാജും തമ്മിലുള്ള ഡൽഹി കോംബോ എങ്ങനെ? മേക്കിംഗ് വൈസ് ഒക്കെ എങ്ങനെയുണ്ട്? പ്രശാന്ത് നീല് KGF പോലെ പറയാം. ഏകദേശം കോൺസെപ്റ്റ് മൊത്തം ഓവറോൾ എന്താണ് പറയാനുള്ളത് കണ്ടിറങ്ങിയപ്പോഴും? നല്ല പടം. സെക്കൻഡ് ഹാഫ് അടിപൊളി. ബ്രോ എങ്ങനെയുണ്ട്? സലാർ എങ്ങനെയുണ്ട്? ഒരു മേക്കിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ഫൈറ്റും കാര്യവും പൃഥ്വിരാജും കൂടെ വന്നപ്പോൾ ഒരു കോംബോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പ്രഭാസമായിട്ടുള്ള? എങ്ങനെയുണ്ട് ബ്രോ മൂവി? എങ്ങനെയുണ്ട്? മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? മേക്കിംഗ് വലിയ ഉറപ്പില്ല, പക്ഷെ പടം ബ്രോ എങ്ങനെയുണ്ട്? നമ്മളെ ചതിച്ചു. എന്ത് പറ്റി? എക്സ്പെക്ടേഷൻ ഒരുപാടുണ്ടായിരുന്നു അതോ? എക്സ്പെക്ടേഷൻ കുറേ ഉണ്ടായിരുന്നു. ഒരു ആവറേജ് ഒരു കൊടുക്കാൻ പറ്റില്ല. ഒരു ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ ഉറങ്ങാൻ വേണ്ടി തോന്നി. പൃഥ്വിരാജിന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഡയറക്ഷൻ്റെ ആ ഒരു പ്രഭാസിന്റെ ഒരു തിരിച്ചുവരവാണ്. കാര്യം കഴിഞ്ഞ 2 പടങ്ങളൊക്കെ പുള്ളിയുടെ തിരിച്ചുവരവെന്ന് പറയാൻ പറ്റൂല. ഒരു സ്റ്റോറി ബേസ് ആയിരുന്നാലും കൊള്ളില്ല. സിനിമയിൽ ഇടക്കാലത്ത് വെച്ചിട്ട് ഇത്രയും ഒരു ആക്ഷൻ കോപ്രായവും കോമാളിത്തവും കണ്ട് ഒട്ടനവധി കഥാപാത്രം കണ്ടുപടുത്ത മലയാളികൾക്ക് മലയാള സിനിമയിൽ ആണത്തമുള്ള ആൺകുട്ടികൾ മലയാള സിനിമയിലുണ്ട്. ബാഹുബലിയും അതുപോലെയുള്ള KGF പോലെയുള്ള ശക്തമായ കഥാപാത്രം ചെയ്യാൻ പൃഥ്വിരാജ് സുകുമാരനെ പോലുള്ള മലയാള സിനിമയിൽ നടന്മാരുള്ളതിൽ ഓരോ മലയാളികൾക്കും, മലയാള സിനിമ കാണുന്ന ഓരോ മലയാളികൾക്കും പൃഥ്വിരാജ് സുകുമാരനെ കുറിച്ച് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ഇത്. KGF-നേക്കാളും മുകളിൽ പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സിനിമ അതിഗംഭീരമായുള്ള സിനിമയാണ്. കേവലം 14 ജില്ലയിൽ നിന്ന് ഒതുങ്ങുന്ന സിനിമയല്ല ഇത്. 28 സ്റ്റേറ്റിലേക്ക് പൃഥ്വിരാജ് സുകുമാരനെ അറിയാൻ പോവുകയാണ്. ബ്രോ എങ്ങനെയുണ്ട്? മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? ബ്രോ എങ്ങനെയുണ്ട്? ബ്രോ എങ്ങനെയുണ്ട്? ബ്രോ എങ്ങനെയുണ്ട്? മൂവി എങ്ങനെയുണ്ട്? ബ്രോ എങ്ങനെയുണ്ട്? മൂവി എങ്ങനെയുണ്ട്? ബ്രോ എങ്ങനെയുണ്ട്? മൂവി എങ്ങനെയുണ്ട്? ബ്രോ എങ്ങനെയുണ്ടായിരുന്നു? മൂവി എങ്ങനെയുണ്ടായിരുന്നു? ബ്രോ എങ്ങനെയുണ്ട്? മൂവി എങ്ങനെയുണ്ടായിരുന്നു? മേക്കിംഗ് അടിപൊളിയായിരുന്നു. പ്രഭാസിന്റെ തിരിച്ചറിവ്. ബ്രോ എങ്ങനെയുണ്ട്? മൂവി എങ്ങനെയുണ്ടായിരുന്നു? ബ്രോ എങ്ങനെയുണ്ട്? മൂവി എങ്ങനെയുണ്ടായിരുന്നു? ബ്രോ എങ്ങനെയുണ്ടായിരുന്നു? മൂവി എങ്ങനെയുണ്ടായിരുന്നു? ബ്രോ എങ്ങനെയുണ്ട്? മൂവി എങ്ങനെയുണ്ട്? ബ്രോ എങ്ങനെയുണ്ടായിരുന്നു? മൂവി എങ്ങനെയുണ്ടായിരുന്നു? പൃഥ്വിരാജ് കൊള്ളാം. ബ്രോ എങ്ങനെയുണ്ട്? മൂവി എങ്ങനെയുണ്ട്? മൂവി എങ്ങനെയുണ്ട്? ബ്രോ എങ്ങനെയുണ്ട്? മൂവി എങ്ങനെയുണ്ട്? ബ്രോ എങ്ങനെയുണ്ടായിരുന്നു? മൂവി എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? മൂവി എങ്ങനെയുണ്ട്? ബ്രോ എങ്ങനെയുണ്ട്? മൂവി എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ബ്രോ?